നമുക്ക് നല്ല അടിപൊളി കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫ്രഷ് നല്ല. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയും കൂടെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്, കറി വെക്കാനും കൂടെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇന്ന് ഒരു ഫിഷ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുളകിട്ട ഫിഷ് കറി, കിങ് ഫിഷ് കറി. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ളത് മസാല പുരട്ടി വെക്കുന്നേ ഉള്ളൂ, ഇന്ന് ഉണ്ടാക്കിയില്ല കേട്ടോ. ഇത് നമ്മുടെ കോസ്കോയിൽ ഓയിലാണ്, വെർജിൻ കോക്കനട്ട് ഓയിൽ. നല്ല അടിപൊളി ഓയിലാണ്. ഇപ്പം നമ്മുടെ വിൻ്റർ ആയത് കാരണമാണ് നമ്മുടെ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. സമ്മർ ആകുമ്പോൾ അതൊക്കെ ശരിയാവും കേട്ടോ, നല്ല എണ്ണയായിട്ട് വരും. ഇപ്പോഴും നല്ല എണ്ണയാണ്, പക്ഷെ അത് കട്ട പിടിച്ചിരിക്കാം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ. നമ്മളിതിൽ കടുകിടാൻ പോവാം. കറിയിലിട്ടിട്ട് ഉലുവ ഇട്ടു, വേണോ? ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും ഇടുവാണേ, ഒരുമിച്ചിടുക. ആ പച്ച മണം പോകുന്നവരെ ഒന്ന് വേഗട്ടെ. അരിഞ്ഞു വെച്ചത് ഞാൻ തന്നെയാണ്. ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കാശ്മീരി, സോൾട്ട്, മീൻകറിയുടെ മസാലയാണ് ഇത്. ഇതിലിപ്പോൾ ടെർമറിക് പൗഡർ, ചില്ലി പൗഡർ ഇട്ടു, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്താണ് അത് മറ്റേ ഇച്ചിരി ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് ആ ഒരു പച്ച മണം പോകാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആവണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് പിന്നെ പുളിയുടെ വെള്ളവും കൂടെ ചേർത്തിട്ട് പിന്നെ മീൻ ഇട്ട് കഴിയുമ്പോൾ ആർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കാം. അത്ര ഈസിയാണ് ഈ റെസിപ്പി, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞങ്ങളിവിടെ അങ്ങനെ അധികം എരിവ് അധികം കഴിക്കാത്ത കാരണം തന്നെ ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ മുളക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പുളിയുടെ വെള്ളം ഞാൻ പറഞ്ഞില്ലേ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഓവനിലേക്ക് ഇന്ന്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉള്ള ആ കൊടുമ്പുളിയുടെ പുളിയെല്ലാം ഇറങ്ങും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കും. അപ്പം നല്ല മീൻകറി ആയിരിക്കും, നല്ല പുളിവെള്ള മീൻകറി, പുളിയിട്ട മീൻകറി. എനിക്കതാട്ടോ ഇഷ്ടം. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്. നമുക്കിപ്പം ഒട്ടും ടൈമില്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ഇപ്പോൾ ജോലിയും കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. അത്ര ഈസി. നമുക്ക് ഈ മീൻ കറിയിലേക്ക് നമുക്ക് മീൻ ഇടാം കേട്ടോ. മീൻ കണ്ടിരിക്കുന്നത് നമ്മുടെ കിങ് ഫിഷാണിത്. ഞാനിത് ഇടാൻ പോവാണേ. മീൻ നല്ലപോലെ മുങ്ങിക്കിടക്കണം നമ്മുടെ മീൻ കറിയിൽ. നമ്മുടെ മീൻ എപ്പോഴും നമ്മുടെ മീൻ കറിയിൽ ഇങ്ങനെ മീൻ നല്ലപോലെ മുങ്ങി വേണം കിടക്കാൻ. അതാണ് അളവ് വെള്ളം ഒഴിക്കുന്നതിൻ്റെ. ഇനി നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ഫിഷ് കറി റെഡി ആവുമേ. കിങ് ഫിഷ് കറി ഏറ്റവും ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, ആർക്കും വെള്ളം ഉണ്ടാക്കാൻ. മീൻ കറി ഇതായിട്ട് ആയി വരുന്നുണ്ടോ? ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞാൽ മീൻ കറി റെഡി ആവുമേ. മീൻ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ, സ്പൂൺ ഇട്ടൊന്നും ഇളക്കില്ല കേട്ടോ. മീൻ കറിയുടെ കൂടെ നമുക്ക് കപ്പയാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ കപ്പയും മീൻ കറിയും പൊട്ടുന്നത്. നമുക്കിനി തുറന്ന് നോക്കാമേ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ. ഇല്ലെങ്കിൽ മീൻകറിയൊക്കെ ഉണ്ടാക്കി അപ്പം കഴിക്കാനല്ല ടേസ്റ്റ്, നമുക്ക് നെക്സ്റ്റ് ഡേ അത്
കപ്പയും കൂട്ടിയൊക്കെ കഴിക്കലേ ചോറും മീൻകറിയും മീൻ വറുത്തതും എല്ലാം കൂടെ കഴിക്കുമ്പോൾ എൻ്റെ വായിക്കൂടെ തന്നെ ഇപ്പോൾ തന്നെ വെള്ളം വരാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഇപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. റെഡിയാണേ, കപ്പയും മീൻകറിയും. ഇതല്ലേ കോമ്പിനേഷൻ? സൂപ്പർ സൂപ്പർ സൂപ്പർ.